പ്രതിഷേധങ്ങൾ പലവിധത്തിലാണ്. വാഴയിലയിൽ ഉപ്പ് വിളമ്പി കോൺഗ്രസുകാരുടെ പ്രതിഷേധം. ഓണനാളിൽ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധിച്ചാണ് പള്ളുരുത്തിയിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ വാഴയിലയിൽ ഉപ്പ് വിളമ്പി സമരം നടത്തിയത്. കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓണം, വിഷുവും, ക്രിസ്മസും, റംസാനും അടക്കമുള്ള ഫെസ്റ്റിവൽ സീസണുകൾ സാധാരണക്കാർക്ക് എന്തും ആശ്രയമാണ് നമ്മുടെ റേഷൻ കടകളും സപ്ലൈകോ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. അങ്ങനെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണക്കാരന് അപ്രാപ്യമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഈ സപ്ലൈകോൻ്റെ ഓഫീസിൽ നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ഒരു തിരക്കില്ല. ആളുകൾ ഇവരെ അടുത്ത് കഴിഞ്ഞു. കാര്യം ഉൽപ്പന്നങ്ങളില്ല. ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഓണത്തിൻ്റെ സമയത്ത് തോരപ്പരിപ്പിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. പായസത്തിന് ഉപയോഗിക്കുന്നതാണ് തോരപ്പരിപ്പ്. അതിൻ്റെ വില കഴിഞ്ഞ ഒരു മാസം മുമ്പുണ്ടായിരുന്നത് 39 രൂപയാണ്. ഇന്ന് ഈ സപ്ലൈകോ അത് വിൽക്കുന്നത് 114 രൂപയിലേക്ക്. പ്രത്യേകിച്ച് ഒരു 3 ഇരട്ടി വർധനവാണ് അവശ്യ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സപ്ലൈകോവും പൊതുമാർക്കറ്റും തമ്മിൽ 70% വില വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം മന്ത്രി GR അനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഏകദേശം അത് 70-ൽ നിന്ന് വില വ്യത്യാസം 36%-ലേക്ക് മാറുമ്പോൾ പൊതുവിപണിയിലെ സാധാരണ പലചരക്ക് കടകളും മാർജിൻ ഫ്രീയും സപ്ലൈകോവും തമ്മിലുള്ള അന്തരം വളരെയധികം കുറഞ്ഞു വന്നപ്പോൾ ഇന്ന് ഈ സപ്ലൈകോ ഓഫീസ് ഈ പറയുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ വരാത്ത സാഹചര്യമായി. അതുകൊണ്ടാണ് ഇന്ന് കാലിയായി കിടക്കുന്ന തിരുവോണ നാളിൻ്റെ തലേന്ന് പോലും കാലിയായി കിടക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. മണ്ഡലം പ്രസിഡന്റ് MH ഹരീഷ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, തമ്പി ജേക്കബ്, സുമിത് ജോസഫ്, ഇബ്രാഹിം കുട്ടി, R സന്തോഷ്, ജാൻസി ജോസഫ്, മഞ്ജു ടീച്ചർ, PG ഗോപിനാഥ്, ഷോണി റാഫേൽ, അരുൺകുമാർ, ജോപ്പൻ ജോസഫ്, അലക്സ് കാനപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ വില കുറച്ചു വാങ്ങിച്ച് അവരുടെ ഓണവും ക്രിസ്മസും ബക്രീദും റംസാനും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അത് സന്തോഷകരമായി അവർക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങിച്ച് അവർക്ക് കഴിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം തുറന്നിരിക്കുന്നത്. എനിക്ക് പുറകിലുള്ള കടയിൽ ആരും കടന്നു വരുന്നില്ല. എന്തുകൊണ്ടാണ് ആ കടയിൽ പണ്ട് കാലങ്ങളിലെല്ലാം ഈ കടയുടെ മുന്നിൽ ക്യൂ ആയിരിക്കും? എന്തുകൊണ്ട് ക്യൂ വരുന്നു? ക്യൂ ഉണ്ടാകുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുന്നതിനേലും വില കുറച്ച് നല്ല ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. കടകളിലെ പോലെ തന്നെ ഇവിടെയും വില കൂട്ടിക്കൊടുക്കേണ്ടതായ അവസ്ഥയാണ്. ഇവിടെ ഒരു സാധനവും ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നതായ ഒരു സംവിധാനവും ഈ സർക്കാർ ഈ പ്രാവശ്യം നടപ്പിലാക്കിയിട്ടില്ല. നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലകൾ നിയന്ത്രിക്കുവാൻ പൊതുവിപണിയിൽ ഇടപെടുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നത്. റിഡ്ജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, പള്ളുരുത്തി.